ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്ത് മാറ്റമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ വ്യക്തിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുടേതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾക്ക് വരുന്ന ഒരു സ്പ്രെഡിനകത്ത് നിങ്ങളുടെ ഒരു പെയിൻ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഭയങ്കരമായിട്ട് കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിച്ച ആളുകളുടെ ആ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മേ ബി അങ്ങനെയുള്ള പേഴ്സൺസ് ഒരുപാട് ഉണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ വ്യൂവേഴ്സ് അങ്ങനെയുള്ളവരായിരിക്കാം കൂടുതൽ, എന്താണെന്നറിയില്ല. ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു മെൻ്റൽ സ്ട്രഗിൾ അനുഭവിച്ച് വന്നിട്ടുള്ള പേഴ്സൺസ്, അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു സ്ട്രഗിൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളെ ധാരാളമായിട്ട് നമുക്കിപ്പോൾ ഈ അടുത്ത റീഡിങ്സിലൊക്കെ ഇങ്ങനെയുള്ളൊരു സ്ട്രാറ്റജിയാണ് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ പേഴ്സൺ തീർത്തും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വളരെ താല്പര്യത്തിൽ എൻ്റർ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അത് മാത്രമല്ല, അവരുടെ ലൈഫിൽ അവർക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്ന ഒരു സമയത്ത് അവർക്ക് മറ്റ് പല ബന്ധങ്ങളോ, അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലി ഉണ്ടാവാം, ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവാം, ചിലവരാണെന്നുണ്ടെങ്കിൽ വേറെ തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് നിൽക്കുന്നൊരവസ്ഥയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു വാല്യൂ നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും ഒരു ഡിസിഷൻസോ കാര്യങ്ങളോ ഒക്കെ വേണ്ടുന്ന ഒരു സമയത്ത് ആദ്യകാലങ്ങളിലൊക്കെ നിങ്ങളായിരിക്കാം ആ ഒരു തീരുമാനം എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മനഃപൂർവ്വം ചിലപ്പോൾ നിങ്ങൾക്ക് ഒഴിഞ്ഞു തരുമായിരിക്കും നിങ്ങളുടെ തീരുമാനം അറിയാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയട്ടെ, നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞോളൂ, അത് ഞാൻ കേൾക്കാം എന്നൊക്കെയുള്ള ഒരു രീതിയിൽ ഇവർ തീർത്തും എല്ലാം നിങ്ങളുടെ കയ്യിലായിരിക്കാം അതിൻ്റെ ഒരു കൺട്രോൾ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് ഈ ഒരു വ്യക്തിയാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് അതിനകത്ത് കൂടുതലും ഓരോ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു വഴിയിലൂടെയാണ് പിന്നീട് ഈ ഒരു റിലേഷൻഷിപ്പ് മുൻപോട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് പീരീഡിൽ നിങ്ങളിപ്പോൾ ഇവരോട് ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കൂടുതൽ സമയം തരിക, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന തരിക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ അവർ വളരെ ബിസി ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അതൊന്നും നിങ്ങളെ അറിയിക്കാതെ നിങ്ങളെ മാക്സിമം ഏറ്റവും നന്നായിട്ട് കെയർ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് തന്നിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നിങ്ങളുടെ കാര്യങ്ങൾക്കാണ് പരിഗണന തന്നിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കാണ് ഒരു പ്രൈം പൊസിഷൻ നിങ്ങൾ ചോദിക്കാതെ തന്നെ ഈ ഒരു വ്യക്തി തന്നിട്ടുള്ളതെങ്കിൽ പിന്നീട് ഇവരുടേതായിട്ടുള്ളൊരു ടൈമിനായിരിക്കാം ഇവർ നിങ്ങളെ സമീപിക്കുക, അല്ലെങ്കിൽ ഇവരുടെ നിങ്ങളുമായിട്ട് മിണ്ടാനുള്ള ഒരു പരിധി എപ്പോഴാണ്, അല്ലെങ്കിൽ എപ്പോഴാണ് അതിനുള്ളൊരു ടൈം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു പേഴ്സൺ ആയിരിക്കാം. അതായത് പിന്നീട് പതിയെ പതിയെ നിങ്ങളുടെ ആ ഒരു വാല്യൂ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കുറഞ്ഞു വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഈ ഒരു വ്യക്തിക്ക് പിന്നീട് വളരെയധികം ഒരു അഷ്വറൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ അത്രത്തോളം നിങ്ങളെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ഈ ഒരു പേഴ്സണെ വിട്ടിട്ട് പോവില്ല, അല്ലെങ്കിൽ അത്രത്തോളം അവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ കൂടുതൽ പരിഗണന തന്നാലും പരിഗണന തന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോകാൻ പോകുന്നില്ല എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ആദ്യമേ നിങ്ങളെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അവരുടെ ഒരു രീതിയിലേക്ക് എത്തുന്നത് വരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുകയും പിന്നീട് ആ ഒരു പേഴ്സൻ്റെ ചിലപ്പോൾ തിരക്കുകൾ കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ തന്ന ആ ഒരു കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി അവർ നിങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്ത കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പിന്നീട് അവരുടെ ഒരു റിയൽ ഫേസ് നിങ്ങൾക്ക് കാണേണ്ടി വന്നത്. പക്ഷെ അവിടെ നമുക്ക് അവർക്ക് സ്നേഹമില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതായത് പൂർണ്ണമായിട്ടും ഇനി അവരുടേതാണ് നിങ്ങൾ മറ്റൊരു വഴിക്ക് പോവില്ല എന്നുള്ള ആ ഒരു ഉറപ്പാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ കയ്യിൽ കിട്ടാത്ത ഒരു സാധനം, അല്ലെങ്കിൽ അത് എന്ത് വേണമെങ്കിലും ആവാം, ഒരു വസ്തു നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, പക്ഷെ നമുക്ക് ഒരുപാട് താല്പര്യമുണ്ട്.
അപ്പോൾ അത് നമ്മളുടേതാക്കാൻ വേണ്ടിയിട്ട് പലരും അത് ഏതറ്റം വരെ പോകാനും അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിക്കും. പക്ഷേ അത് നമ്മളുടെ കയ്യിൽ കിട്ടി അല്ലെങ്കിൽ ആ ഒരു ഭയങ്കരമായിട്ട് എൻ്റേതായി എന്നുള്ളൊരു ആവേശം കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അത് ശ്രദ്ധിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മളുടെ അലമാരിയിൽ പൂട്ടി വെക്കാനുള്ളൊരു സാധനമായിരിക്കും, അതെൻ്റെ കസ്റ്റഡിയിലുണ്ടല്ലോ, ഇനിയിപ്പോൾ അത് അവിടെ നിന്ന് എവിടെയും പോകാനായിട്ട് പോകുന്നില്ല, അത് എൻ്റേതാണ്, അത് ആ പ്രോപ്പർട്ടി ഇപ്പോൾ എൻ്റേതാണ്. അപ്പോൾ അതിന് നമ്മൾക്ക് ആ ഒരു ആദ്യമേ ഉണ്ടായിരുന്ന പരിഗണനയോ അല്ലെങ്കിൽ അതിനോട് കാണിച്ച ആ ഒരു അട്രാക്ഷനോ ഒന്നും പിന്നീട് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു തരത്തിൽ തന്നെയാണ് ഇവിടെയും നമുക്ക് പറയാനായിട്ടുള്ളത്. ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആദ്യത്തെ പോലെയുള്ള എന്താ നമ്മൾ പറയുക ആ ഒരു പുതുമോടി പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡ് ഇങ്ങനെ ആയ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് കടന്നിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനകത്ത് ഇതിനെ വേറൊരു തരത്തിലേക്ക് അല്ലെങ്കിൽ അത്രയും ഒരു ഡിവൈനായിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കാണാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ അങ്ങനെ കാണാനായിട്ട് തുടങ്ങി. നിങ്ങളുടെ ലൈഫിൽ കിട്ടിയ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അത്രയധികം ഒരു ജെമ്മാണെന്നൊക്കെയുള്ള നമ്മൾ കരുതുന്ന പോലെയാണ് നിങ്ങൾ പിന്നീട് കണ്ടിട്ടുള്ളത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ലെവലേ മാറി, ഒരു പ്ലേറ്റോണിക് ലവ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു തരത്തിലായി നിങ്ങൾ പിന്നെ കാണാനായിട്ട് തുടങ്ങിയത്. പക്ഷേ ഇവർ ആ ഒരു സമയത്ത് പല കാര്യത്തിലും നിങ്ങളോട് പഴയ പോലെയുള്ളൊരു പരിഗണന തരുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ കെയർ തരുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളോ ഒന്നും വളരെ കാര്യമായിട്ട് കാണുന്നില്ലെങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിനകത്ത് ആ ഒരു ടൈമിൽ വന്നിട്ടുണ്ടാവാം. ചിലവർക്കതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അതായത് പെട്ടെന്നൊരു നല്ലൊരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മളുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയാലും അല്ലെങ്കിൽ ജോബ് വൈസ് ആണെന്നുണ്ടെങ്കിലും അല്ല ഫാമിലിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു താളം തെറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കാപ്പുറത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള മാറ്റം ഈ ഒരു പേഴ്സൻ്റെ ലൈഫിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരതിനകത്ത് വളരെയധികം കൺസേൺഡ് അല്ലെങ്കിൽ ഒരുപാട് വിഷമിച്ചിരുന്നു. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡൻസ് നിങ്ങളുടെ ലൈഫിനകത്ത് ഇപ്പം നമ്മളിവിടെ പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിലുള്ളപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവുന്നുണ്ടെന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ലൈഫിനകത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ലൈഫിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് പോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെയും കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം ഇവർ കൂടുതലും പിന്നെ ഫോക്കസ് ചെയ്യുന്നത് ആ കാര്യങ്ങളിലാണ്. അതായത് ഇവർക്ക് എന്താണോ ഇവരുടെ ലൈഫിനകത്ത് പെട്ടെന്ന് ആ ഒരു ഫ്ലോ അതിനകത്തൊന്ന് ഡിസ്റ്റർബ് ചെയ്ത് വന്നൊരു കാര്യം അതിനകത്തേക്കാണ് അവർ പിന്നീട് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരിക്കാം അവർ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങളിലൊക്കെയുള്ള ആ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ പരിഗണന ഇങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നിന്ന് പോകുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള കാര്യം തന്നെയാണോ, ഇനി നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ ശ്രമിക്കുന്നതാണോ, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട് നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളെ പർപ്പസ്ഫുള്ളി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ പറയുന്ന ഒരു കാര്യമാണോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും കുറച്ച് ടൈം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചൂടെ, ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പരാതിയോ പരിഭവമോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ അതൊന്നും കേൾക്കണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് വളരെ റൂഡായിട്ടുള്ള രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവാം. ആ ഒരു പഴയ സ്നേഹവും കാര്യങ്ങളൊക്കെ തന്ന് ഫുൾ പ്രിഫറൻസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു വ്യക്തിയിൽ നിന്ന് അവരൊരുപാട് മാറിപ്പോയി, അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹം ഒരുപാട് കുറഞ്ഞു പോയി എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. മേ ബി ഇങ്ങനെയുള്ള ഒരു പേഴ്സണുമായിട്ട് ഇപ്പോഴും നിങ്ങൾ കോൺടാക്റ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഈ ഒരു പേഴ്സണ് നിങ്ങളോട് തീരെ സ്നേഹമില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒഴിവാക്കാനായിട്ട് നോക്കുന്നു, നിങ്ങളെ ഒരുപാട് പെയിൻ തരുന്നു എന്നുള്ളൊരു രീതിയിലായിരിക്കാം നിങ്ങളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുള്ളത് ഈ വ്യക്തിയുടെ ഫാമിലി ലൈഫിലാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് ഇത് ബാധിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഒരു 100% നിങ്ങൾ കരുതുന്നത് അവരോടാണ് ഈ ഒരു വ്യക്തിക്ക് കൂടുതലായിട്ടുള്ള ഒരു സ്നേഹം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇവർ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു തരത്തിലായിരിക്കാം നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അവരുടേതാണ് നിങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര ചവിട്ടി തേച്ച് കഴിഞ്ഞാലും നിങ്ങൾ ഇതിൽ നിന്ന് മാറിപ്പോവില്ല എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഓവർ കോൺഫിഡൻസ്, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്നുള്ളൊരു വ്യക്തി അവർ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ അത് പുറമെ എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ പോലും അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോട്ട് ഈ ഒരു പേഴ്സൺ ഉണ്ടായേക്കാം. അപ്പോൾ ഇവിടെ ഭൂരിഭാഗം വ്യക്തികൾക്കും ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റാഗ്നന്റ് ലെവലിലായിരിക്കും. പ്രത്യേകിച്ച് അനക്കമൊന്നുമില്ല, ഒരു ഫ്ലോയും ഇല്ലാതെ വളരെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. രണ്ടുപേരും തമ്മിൽ
അവർ പഴയ അടുപ്പമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത്രയധികം സ്നേഹിച്ചിരുന്നൊരു വ്യക്തികളാണ്, അല്ലെങ്കിൽ പരസ്പരം ഇത്രയും മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തികളാണെന്നുള്ള ഒരു ഇതും ഇല്ലാതെ രണ്ടുപേരും തികച്ചും രണ്ട് വ്യക്തികളായിട്ട് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പൊടി പിടിച്ച് കിടക്കുന്നു എന്നൊക്കെ പറയില്ലേ, അതായിരിക്കാം ഇപ്പോഴുള്ള ഇതിൻ്റെ ഒരു കറൻറ്റ് ആയിട്ടുള്ളൊരു അവസ്ഥ. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താത്തതുകൊണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ട് പ്രശ്നം വന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിച്ച്, അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ രീതിയിലേക്ക് പോകാമായിരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു പ്രിഫറൻസും തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും വലിയ സംഭവമായിട്ട് ഈ ഒരു പേഴ്സൺ കാണുന്നില്ല, അവർക്ക് അവരുടെ പ്രോബ്ലംസ് ആണ് വലുത് എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയപ്പോൾ മുതൽ, അല്ലെങ്കിൽ ഇവർ നിങ്ങൾക്ക് വലിയൊരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളൊന്നും കാണിക്കാണ്ടായൊരു സമയം മുതൽ നിങ്ങൾ ഒരുപാട് ഇവരുടെ പുറകെ നടന്നിട്ടുണ്ടാവും, എക്സ്പ്ലനേഷൻസ് ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ്, ആ ഒരു സെൽഫ് വാല്യൂ പോലും കളഞ്ഞ് ഇവരുടെ മുൻപിൽ നിന്നിട്ടുണ്ടാവാം. പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും സൈലൻ്റ് ആയി എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളും ഈ ചോദിക്കലും പറയലും എല്ലാ കാര്യങ്ങളും നിർത്തി. ഇനി വേണമെങ്കിൽ ഈ ഒരു പേഴ്സൺ എൻ്റെ പുറകെ വരട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഇവരുടെ പുറകെ ഇങ്ങനെ നാണം കെട്ട് മടുത്തു എന്നുള്ളൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവാം. കാരണം അതാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഈ ഒരു പേഴ്സൺ ഇപ്പോഴും ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ഇവർ തിരിച്ചു വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഒരു ഇന്നർ വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളൊന്നും അറിയിക്കാത്തൊരവസ്ഥയായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസോ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു കാര്യവും ഈ ഒരു വ്യക്തി അറിയുന്നുണ്ടാവില്ല. കാരണം നിങ്ങളിപ്പോൾ ഇതെല്ലാം ഹൈഡ് ചെയ്യാനായിട്ട് പഠിച്ചു എന്നുള്ളതാണ്. ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാ എക്സ്പ്രഷൻസും അല്ലെങ്കിൽ എല്ലാ വികാരങ്ങളും ഇമോഷൻസും ഈ ഒരു പേഴ്സൺ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുറകെ നടന്ന് കെഞ്ചിയിട്ടുള്ള പേഴ്സൺസാണ്. പക്ഷെ അതൊന്നും അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ തികച്ചും മറ്റൊരു വ്യക്തിയായിട്ട് മാറി എന്ന് ഈ ഒരു പേഴ്സൺ ധരിക്കട്ടെ എന്നായിരിക്കാം നിങ്ങളിപ്പോൾ കരുതുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എനർജി ചിലവാക്കി നിങ്ങൾ മടുത്തു, നിങ്ങൾ കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ആയി. അങ്ങനെ ഡ്രെയിൻഡ് ആയിട്ടുള്ള ഒരു ടൈമിലായിരിക്കാം നിങ്ങൾ പതിയെ ഇതിൽ നിന്ന് മാറാനായിട്ട് തീരുമാനിച്ചത്. അല്ലെങ്കിൽ മാറാനായിട്ട് തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഇവരെ ഇഷ്ടമില്ല എന്നല്ല, ഇവരെ അറിയിക്കേണ്ട, നിങ്ങളുടെ ഇമോഷൻസും കാര്യങ്ങളൊന്നും ഇനി ഇവർ അറിയണ്ട, പറഞ്ഞിട്ടും വലിയ കാര്യമില്ല, അവർ ശ്രദ്ധിക്കുന്നില്ല, അപ്പോൾ പിന്നെ ഇനി അറിയണ്ട എന്നുള്ളൊരു രീതിയിലേക്ക് മാറാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ നേരത്തെ വളരെയധികം ഒരു സെൻഡി സ്റ്റേറ്റസ് ഒക്കെ ഇട്ട് വാട്സപ്പിനകത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെയാണ് നിങ്ങൾ നടന്നിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ പതിയെ മാറിയിട്ട് വളരെ ഒരു കറേജ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ സ്ട്രോങ് ആയി നിങ്ങൾ മാറി, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൻ്റെ വേറൊരു ഫേസ് തിരഞ്ഞെടുത്തു എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ പ്രറ്റൻഡ് ചെയ്യുന്നത്. കാര്യം നിങ്ങളുടെ മനസ്സിനകത്ത് നല്ല പെയിനുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിഷമമുണ്ട്, അതെല്ലാം നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ആരെയും അത് അറിയിക്കാനായിട്ട് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ആരാണോ അറിയേണ്ടത് ആ ഒരു വ്യക്തിയെപ്പോലും നിങ്ങളിപ്പോൾ ഇത് അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നന്നായിട്ട് മാറി, നിങ്ങൾ ബോൾഡായെന്ന് മറ്റുള്ളവർ വിചാരിച്ചോട്ടെ, ഇനിയിപ്പോൾ ഇതൊക്കെ അറിയുന്ന കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അവരും അങ്ങനെ തന്നെ കരുതിക്കോട്ടെ എന്നുള്ളൊരു രീതിയിലാണ് നിങ്ങളിപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇപ്പോൾ പതിയെ നിങ്ങളുടെ ആ ഒരു ഡ്രീം എന്താണോ അത് മാനിഫെസ്റ്റ് ആവുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം കം ട്രൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യങ്ങൾ സംഭവ്യമാകാനായിട്ട് സാധ്യതയുള്ളൊരു സമയമാണ്, അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു സമയത്തിലേക്കാണ് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ഈ രണ്ട് ഡെക്സും കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു മജീഷ്യൻ എനർജി എന്ന് പറയുമ്പോൾ ഒരു ഇൻഫിനിറ്റീവ് എനർജിയാണ്. എല്ലാ കാര്യങ്ങളും നമ്മളുടെ കൈകളിലുണ്ട്. ചിലപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടിരുന്നു, ഒരുപാട് വിഷമത്തിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, ഇങ്ങനെ ഒരുപാട് തടസ്സങ്ങളും വിഷമങ്ങളും നിങ്ങളുടെ ലൈഫിനകത്ത് വന്നു, നിങ്ങളൊരു പരിധി വരെ അതിൽ നിന്ന് കരകയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അറ്റ് എ ടൈം നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷത്തിന് വക നൽകുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ മറ്റൊരു ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടാകും. ചിലവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് നാളായിട്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ളൊരു ആനുകൂല്യം കിട്ടിയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഏതെങ്കിലും ജോബിന് വേണ്ടി ട്രൈ ചെയ്തവരായിരിക്കും, അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലൈഫിനകത്തേക്ക് കിട്ടിയിട്ടുണ്ടാവാം. അതായത് ഒരു ഭാഗത്ത് വേദനയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് നിങ്ങളുടെ ലൈഫിനകത്ത് വന്നിട്ടുണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വളരെ ഡെസ്പായിട്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെ ആയിരിക്കാം ഈ ഒരു ടാരോ റീഡിങ്ങിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, യൂണിവേഴ്സ് എന്താണ്, ആ ഒരു ഡിവൈൻ എന്താണ്, നമ്മുടെ തന്നെ ഹയർ സെൽഫ് എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളതും ചിലപ്പോൾ ഈ ഒരു ടൈമിലായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ശുഭാപ്തി വിശ്വാസത്തിലേക്ക് വരാൻ, കുറച്ചും കൂടി ഒന്ന് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ,
അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെയാണ് ആദ്യമേ വില വെക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സെൽഫ് വാല്യൂ കളഞ്ഞു കുളിക്കരുത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതും ഈ ഒരു സമയത്ത് തന്നെയായിരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കാര്യം പറയുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കേരളത്തിലെ തന്നെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തോരം പേര് റിലേഷൻഷിപ്പിൽ വിഷമിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അതിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടാവും. ചിലവർക്കാണെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കും, അത് ഉപേക്ഷിച്ച് പോകാൻ ശ്രമിക്കുന്നവരായിരിക്കും. ചിലവർ പേഴ്സൻ്റെ പുറകെ നടന്ന് കെഞ്ചി നടക്കുന്ന ആൾക്കാരുണ്ടാവും, പല തരത്തിലുള്ള വ്യക്തികളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ എത്ര ശതമാനം ആൾക്കാരായിരിക്കും ഈ ഒരു യൂണിവേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടാവുക? അല്ലെങ്കിൽ എത്ര പേർക്കായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്, ഈ ലോകത്ത് ഇങ്ങനെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ വിചാരിച്ചിരുന്നതോ അല്ലെങ്കിൽ നമ്മളുടെ അറിവിന് അപ്പുറമായിട്ടും കുറേ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വളരെ കുറച്ച് ആളുകൾക്കായിരിക്കും. അതിലുള്ള കുറച്ച് വ്യക്തികളാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു റീഡിങ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യു ആർ ബ്ലെസ്ഡ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വഴിയിലേക്ക് വരാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു വഴി നിങ്ങൾക്ക് തുറന്ന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും ഇതിനകത്തൊക്കെ പെയിൻ അനുഭവിക്കുന്നവർ. അപ്പോൾ ലോകത്ത് മനുഷ്യർ കൂടുതലായിട്ടും സ്ട്രഗിൾ ചെയ്യുന്നത് ഒന്ന് പണത്തിന് വേണ്ടിയിട്ടും ഒന്ന് സ്നേഹത്തിന് വേണ്ടിയിട്ടും തന്നെയാണ്. അപ്പോൾ പണം എന്ന് പറയുന്നത് പിന്നെയും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒറ്റയ്ക്കുള്ളൊരു ഫോക്കസിൽ നമ്മൾക്ക് അധ്വാനിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ എങ്ങനെയും നേടിയെടുക്കാം എന്ന് നമുക്ക് കരുതാം. പക്ഷേ സ്നേഹം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യം ഒരിക്കലും നമ്മൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതല്ല. അതിനൊരു പാർട്ട്ണറുണ്ട്, അല്ലെങ്കിൽ ആരായിക്കോട്ടെ, എങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും കൂടി അതിനകത്ത് ഇൻവോൾവ് ആവണം, അല്ലെങ്കിൽ അവർ വിചാരിക്കണം. അപ്പോൾ നമ്മളുടെ കയ്യിൽ മാത്രം ഇരിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ ഇതിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു ഡിവൈൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ടുള്ളൊരു യോഗമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിനെ കുറിച്ച് അറിഞ്ഞാലും വിശ്വസിക്കാത്ത ഒരുപാട് വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ ഇതിനെ തള്ളിപ്പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവാം, പുച്ഛിക്കുന്ന വ്യക്തികളുണ്ടാവാം. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർക്കത് മനസ്സിലാക്കാനുള്ള സമയമായിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു മെൻ്റൽ കേപ്പബിലിറ്റിയിലോട്ട് ആ ഒരു പേഴ്സൺ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ പോലും പേഴ്സണലി ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു റീഡിങ്സ് ഇടുമ്പോൾ ചാനലിൽ വരുന്ന, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഒരു കമൻസ് തന്നെ ഒരുപാട് പേര് പല രീതിയിലും കമൻസ് ഇടാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആശ്വാസമാകാറുണ്ട്. നമ്മുടെ റീഡിങ്സ് അവരുടെ ഒരു വഴി തിരിച്ചു വിടാൻ സാധിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അതുകൂടാതെ പേഴ്സണലി വന്ന ഒരുപാട് വ്യക്തികൾ അവരുടെ ലൈഫിനകത്ത് ഒരു ആത്മഹത്യ ചെയ്യാനായിട്ട് നിന്നിരുന്നൊരു സിറ്റുവേഷനിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോന്നിരുന്നത് ഇങ്ങനെ റീഡിങ്സ് കണ്ടിട്ടാണെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളുടെ കുറച്ച് വാക്കുകൾ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞാൻ ഏറ്റവും വലിയൊരു എന്താ പറയുന്നത്, ആ ഒരു സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളെ രക്ഷിക്കുകയാണ്, കൈപിടിച്ച് രക്ഷിക്കുന്നൊരവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ സ്ട്രേഞ്ചായിട്ട് എനിക്ക് ഈ അടുത്തുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഒരു പേഴ്സൺ, ഒരു വ്യക്തിയാണ്, ഒരു മെയിലാണ്. ആ ഒരു വ്യക്തിക്ക് അവർ സ്നേഹിച്ചിരുന്ന ആ ഒരു പേഴ്സൺ അവരിൽ നിന്ന് പോയപ്പോൾ ഒരുപാട് ഡിപ്രസ്ഡായി. അപ്പോൾ അവർ ആദ്യം ചിന്തിച്ചിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുൻപ് ആ ഒരു പേഴ്സൺ ചിന്തിച്ചിട്ടുള്ളത് ആ ഒരു വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ജീവിതം അവസാനിപ്പിക്കാം. അവർക്ക് താല്പര്യമില്ല. അപ്പോൾ നമ്മൾ ചില പത്രവാർത്തകളിലൊക്കെ കാണാറില്ലേ, അതുപോലെ തന്നെ അവരോട് ഒരു റിവെഞ്ച് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ നടന്നിരുന്നത്. പിന്നീട് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ റീഡിങ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് മനസ്സിനൊരു ആശ്വാസം കിട്ടി തുടങ്ങിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നൊരു കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ഒരു കർമ്മ ബേസിസിലായിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയതിന് ശേഷമാണ് അവരോടുള്ള ഒരു വൈരാഗ്യ ബുദ്ധി കുറഞ്ഞത്, അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിന്ന് മാറി സ്വന്തമായിട്ടൊരു സെൽഫ് ലവിലേക്ക് വരണമെന്ന് പഠിച്ചതെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ പലരുടെയും സ്റ്റോറീസ് നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, റീഡിങ്സ് കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കേൾക്കാറുണ്ടെങ്കിലും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഒരു വ്യക്തി വന്ന് പറയുന്നത്. അതായത് അപ്പോൾ എനിക്ക് തന്നെ അത് വളരെയധികം സന്തോഷത്തിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു വ്യക്തിയുടെ ജീവനും കൂടി എടുക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച ആ ഒരു തരത്തിലായിരുന്നു അവരുടെ ഒരു തോട്ട് പോയിരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമായിട്ട്, അല്ലെങ്കിൽ അത്രയും ഹാപ്പിനെസ് നൽകുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് പല ലെവലിലേക്ക് എത്തിപ്പോയല്ലേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ടൈം മാറുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഒരു മാനിഫെസ്റ്റേഷനോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സമയം മാറുന്ന ഒരു പീരീഡ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വർക്കാവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും നിങ്ങളോട് കാണിച്ചിട്ടുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പെയിനോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാക്കാതെ, ഒട്ടും നിങ്ങളെ എന്താ പറയുക ഒരു സ്നേഹത്തോടെയുള്ള ഒരു അപ്രോച്ച് തരാതെ നിങ്ങളെ ഒന്ന് കൈവിട്ടതിൻ്റെ ആ ഒരു ഗിൽറ്റി ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വളരെ സൈലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലോ ഇല്ലാതെ പൊടി പിടിച്ച് കിടന്നിരുന്ന തരത്തിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്കിൽ അതിനകത്തൊരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഡെഡായി പോയി, ഇനി അതിനകത്ത് ഒരു ജീവനില്ല എന്നാണ് നിങ്ങൾ കരുതിയിട്ടുള്ളതെങ്കിൽ അതിലേക്കാണ് ഒരു റീബർത്ത് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണുന്നത്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ നിങ്ങളോട് കാണിച്ച ആ ഒരു രീതി ശരിയായില്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ പഴയതുപോലെ ആയിരിക്കില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു സെൽഫ് ലവിൻ്റെ പാതയിലൂടെ പോന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവരുടെ മുന്നിലെങ്കിലും നിങ്ങൾ പഴയതുപോലെ അല്ല എന്ന് കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു ഓവർ കോൺഫിഡൻസ് കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു വസ്തുവാണ്, അതുകൊണ്ട് എന്തും എങ്ങനെയും ചെയ്യാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടൊരു ലൈഫുണ്ട്, അല്ലെങ്കിൽ പണ്ട് അവരെങ്ങനെയാണോ ആദ്യ ഘട്ടത്തിൽ നിങ്ങളെ കണ്ടത് അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് അവരിപ്പോൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്രയും വേദനിപ്പിച്ചിട്ടും ഇനി ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവരവിടെ കാത്തു നിൽക്കും എന്നുള്ള ഒരു എനർജിയിൽ നിന്ന് അവർ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾ തെറ്റായി പോയി എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇപ്പോൾ നിങ്ങൾക്കൊരു ഡിവൈൻ ബ്ലെസ്സിങ് ഉണ്ട്, നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾ എത്രത്തോളം മാറിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് സഫറിങ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ടാവാം. കാരണം നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും, എനിക്കെന്തോ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്നെ ദൈവം കൈവിട്ടിട്ടില്ല എന്നുള്ളൊരു തോന്നൽ നമ്മളുടെ ഒരു സെൽഫ് ഇൻഡ്യൂഷൻ പോലെ തന്നെ നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്പ്രെഡിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരു ബ്ലെസ്സിങ് ഉള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു ബ്ലെസ്സിങ് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു റീബർത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി കഴിഞ്ഞ ഒരു അധ്യായമായിട്ട് മാറിയിട്ടില്ല, ഇതിന് ഇനി ഒരു നെക്സ്റ്റ് പേജ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറാനായിട്ട് പോവുകയാണ്. ഇത്രയും നാൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പെയിൻ അവർ കാണണം, നിങ്ങളെയും കൂടി അവർ കൂടെ കൂട്ടണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ ആ ഒരു തരത്തിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്നിവിടെ വന്നിരിക്കുന്നൊരു സ്പ്രെഡ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് ക്ലൂസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരുമാതിരി എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കേട്ട് കഴിഞ്ഞാൽ പല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് അല്ലെങ്കിൽ സിറ്റുവേഷൻ ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. ആ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്ങിനായിട്ട് വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക, ആ ഒരു പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.